വൈക്കത്ത് ഒരു 20 സെന്റ് സ്ഥലം 20 സെന്റില്ല 28 സെന്റ്. അതിൽ അളന്ന് കഴിഞ്ഞപ്പോ 20 സെന്റ് 8 സെന്റ് കുറവ്. അപ്പൊ ആധാരത്തിൽ 28 കാണിക്കുന്നുണ്ട്, പക്ഷെ അളക്കുമ്പോ 20 സെന്റ്. 20 സെന്റിന്റെ കാശ് കൊടുക്കാന്ന് പറയണം. പൈസയൊക്കെ കൊടുത്ത് എല്ലാം ഓക്കെ ആയി, പൈസയൊക്കെ കൊടുത്ത്. പക്ഷെ നമ്മള് അളന്നില്ല, മേടിച്ച സമയത്ത് അളന്നില്ല, അതാ പറ്റിയത്. പക്ഷെ ആധാരത്തിൽ 28 സെന്റ് കാണിക്കുന്നുണ്ട്. 28 സെന്റ് ആണെന്നപ്പോ 20 സെന്റ് ഉള്ളൂ. അപ്പൊ നമുക്കിനി ചെയ്യാനുള്ള പ്രൊവിഷൻ എന്താ വെച്ചാൽ റീസർവേ നടത്തിയാലേ നിങ്ങളുടെ 8 സെന്റ് ഏത് പ്രോപ്പർട്ടിക്ക് അകത്ത് കിടക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിന് റീസർവേ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ഈ 8 സെന്റ് കൂടെ തനിക്ക് വന്ന ഉടുപ്പുണ്ട്. ഇത് എത്ര മാസം എന്റെ വാടക താൻ തന്റെ പെമ്പർക്കൊക്കെ ഗൾഫിലേക്ക് വിട്ടിട്ട് വന്നിട്ട് തരാം എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ എന്റെ മക്കൾ പറഞ്ഞതാ ഈ പോലീസിലായിട്ടും വക്കീലിനും വാടക കൊണ്ടിരുന്നു. ഞാനെന്ത് വിചാരിച്ചൊരു വക്കീലല്ലേ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ ഗുണവും ഇല്ല, പണവും ഇല്ല. എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതല്ല ഇവൻ മതി, ഇവൻ മതി എനിക്ക്. പണിക്കെടുക്കാൻ ഇരിക്കല്ലേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എന്ത് സമാധാനം? എന്ത് സമാധാനം? സംഭവല്ലേ, വീട് ഒഴിഞ്ഞ സംഭവല്ലേ? എപ്പോ എന്നതൊക്കെയാ വേണ്ട? എനിക്ക് 2 മാസം അവകാശം. 2 മാസം? അപ്പൊ അതിന്റെ വാടക വാടക ഞാൻ തരാതെ. എപ്പോ? ഈ 2 മാസം വാടക ഞാൻ വാടക തന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോണുള്ളൂ. പേടിക്കില്ല, പണിക്കര് പേടിക്കില്ല. പണിക്കര് 1 രൂപ പണിക്കർക്ക് ഞാൻ തരാൻ ഞാൻ തന്നിരിക്കും. അതിന് പൈസ വിഷയം അറിയും. വൈഫിന് പോകാൻ കുറച്ച് പൈസയായി, അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈറ്റിരിക്കും വന്നു. അത് ഞാൻ സോറി തരാം. ഞാൻ സത്യങ്ങളൊന്നും അതെ, ഗുണ്ടായസൊന്നും കൂടെ വേണ്ട. ഞാനൊരു വക്കീലാണ്. എന്റെ അടുത്ത് അഭ്യാസം എടുത്ത് വരണ്ട. അതെ, ഞാൻ പണിക്കരുടെ അടുത്ത് മര്യാദ എപ്പോഴും പറയാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ നാളെ വരും. എന്റെ പണം തന്നിരിക്കും. കൂടും കുടുക്കേട്ട് കൂടും കുടുക്കേട്ടെ താൻ പുറത്തേക്ക് അടിക്കണം. എന്റെ ചെറുക്കനിക്ക് പണിയുണ്ടാക്കരുത്. ഈ പറഞ്ഞതിനൊരു മാറ്റം ഉണ്ടാകരുത്. എന്റെ ചെറുക്കന് പണിയുണ്ടാക്കരുത്. ഞാനിനി ഒരു വരവ് വരുത്തിയ കൂടും കുടുക്കേട്ട് പുറത്തോട്ട് ഇറക്കും കേട്ടോ. അത് നിന്റെ ഒന്നും മനസ്സില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് എന്റെ ഓഫീസാണ്, ഞാൻ ഒരു വക്കീലാണ്. അധ്യാഭ്യാസം ഇറക്കിയിട്ട് വരണ്ട. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ മര്യാദ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്നെ വരത്തരുത്. 2 മാസത്തെ അവകാശം ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ വാടക തന്നിട്ട് ഞാൻ ഒഴിഞ്ഞു പോകണുള്ളൂ. അത്രയ്ക്ക് നൽകേണ്ട വക്കീലൊന്നല്ല ഞാൻ. ഇപ്പൊ ഇയാള് തന്നെ ക്ലയന്റിനൊന്നും പോയില്ലേ? അത് തന്റെ കയ്യിൽ താൻ കൃത്യമായിട്ട് ചെയ്താൽ തന്റെ ക്ലയന്റൊന്നും പോകില്ല. അതെ, മതി. എനിക്ക് കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ഓട്ടോ ഓക്കെ. 2 മാസത്തെ അവകാശം പറഞ്ഞില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. തന്റെ പെമ്പർത്തോട്ടിക്ക് ഗൾഫിൽ ജയിലിൽ പോയി അല്ല അറിയാതെങ്കിൽ വെച്ചതാ. ഇവിടെ പൈസ വന്നാലേ 14 ലക്ഷം രൂപ മനസ്സിലായി. അതുകൊണ്ടാണ് വന്നേണ്ട. ഇനി ഒരു തവണ അയാളൊരു വധൂരിയാണ്. ആ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവണം. ഞാൻ വൈഫ് പോയി 14 ലക്ഷം രൂപ ഉണ്ടാക്കി നിനക്കറിയാലോ. അപ്പൊ അതെങ്ങനെ ഒപ്പിച്ചു കൊടുത്തത് എനിക്കറിയാമല്ലോ. വേണ്ട, ഞാൻ തന്നെ 2 മാസം ഒഴിഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഈ ശക്തി നമുക്ക് വേണ്ട. അതെ, പരിഗണിക്ക് ആ 2 കക്ഷികൾ എടുത്തിറങ്ങിപ്പോയി. ഞാനൊരു കാര്യം ചോദിക്കും, നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇത്ര ബാധ്യതകളുണ്ട്, അതൊക്കെ ഒഴിവാക്കണ്ടല്ലോ. അതുതന്നെ ശരി. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുമ്പോ അധ്യസ്ഥരം എന്താ ചെയ്യുന്നത് ആയിക്കോട്ടെ. കാര്യങ്ങളുണ്ടാവും.